ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അനിയൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു. വാഗമണ്ണ് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല, റിസപ്ഷനാണ് കൂടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ട്. ഏത് ജ്യൂസസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എനിക്ക് അനിയൻ പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ എടുത്ത് തന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചെറുക്കനും പെണ്ണിൻ്റെ അടുത്തേക്ക് നിന്ന് കൂട്ടുകാരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് കമ്പനിക്കാരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനിയൻ്റെ കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ കുറച്ചൊന്ന് നിന്ന് കഴിഞ്ഞ് എന്താണ് കഴിക്കാനെന്നുള്ളത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം, ഇടിയപ്പം, ബീഫ് സ്റ്റൂ, കപ്പ, മീൻകറി, ബിരിയാണി, ചിക്കൻ കറി, സാലഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് തന്നെ പല സെക്ഷനായിട്ട് അവർ വെച്ചിരിക്കുകയാണ്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ഇടിയപ്പവും അപ്പവും ഉണ്ടാക്കുന്ന സെക്ഷനാണ്. ഞാൻ കഴിച്ചില്ലെങ്കിലും എനിക്ക് ആ ഒരു സെക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവരെ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കണ്ടു കാണും. ഇതാണ് അനിയൻ്റെ നാട്ടിലെ കൂട്ടുകാർ. അപ്പോൾ ഇതാണ് കേട്ടോ ലൈവായിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ. നമുക്ക് വേണ്ട അപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പയ്യനാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പുറത്തും ഇതേപോലെ അവരുടെ ഒരു ഫുഡ് സർവീസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയാണ് ആ പയ്യൻ അപ്പം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ലൈവായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു സെക്ഷനായിരുന്നു കേട്ടോ. പൊതുവേ വിഷ്ണു ഇതുപോലെ റിസപ്ഷൻ വരാണെന്നുണ്ടെങ്കിൽ ബീഫ് സ്റ്റൂം, ഇടിയപ്പം അല്ലെങ്കിൽ അപ്പമാണ് ചൂസ് ചെയ്യുക. ബിരിയാണി ഒന്നും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. പുള്ളിക്ക് അതൊക്കെ കുറച്ച് മടുപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ റിസപ്ഷന് വരാണെങ്കിൽ ഓരോ ഐറ്റംസ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അത് എന്താണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു. കുറച്ച് തിരക്കൊഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ കുറേ ടീ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രീൻ ടീ, മസാല ടീ, ജിഞ്ചർ ടീ, അങ്ങനെയുള്ള കുറേ ശംഖുപുഷ്പം ടീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സെക്ഷൻ ഐസ്ക്രീം സെക്ഷൻ ഉണ്ടായിരുന്നു, പോപ്കോണിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തോട്ടെ. ഇതൊക്കെ പുറത്തായിരുന്നു. അകത്ത് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ പുറത്ത് ഇതുപോലെ ജ്യൂസ്, അതുപോലെ തന്നെ നമ്മളുടെ ഐസ്ക്രീം, പോപ്കോൺ, അങ്ങനെയുള്ള കുറേ ഐറ്റംസും അതല്ലാതെ തന്നെ ഫുഡ് വിളമ്പാനുള്ള അപ്പം, ഈസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ചെറുക്കനും പെണ്ണുമാണ് കേട്ടോ. ചെറുക്കൻ്റെ പേര് അമലെന്നാണ്, പെണ്ണിൻ്റെ പേര് പാർവതി. ഇത് അവരുടെ കസിൻസൊക്കെയാണ് കേട്ടോ. അവരെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പുറകെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കയറിയ സമയത്ത് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണുവിന് എറണാകുളത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് വിഷ്ണുവിനെ പറ്റി തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണിയും ചിക്കൻ ഗ്രേവിയും മേടിച്ച് ചിക്കനും വാങ്ങി അങ്ങനെ സാലഡൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ വേറെ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോപ്കോൺ എനിക്കിഷ്ടമാണ് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ ടീ കൂടി കുടിക്കാമല്ലോ എന്ന് കരുതി. പിന്നെ ഞാൻ ഓർത്ത് തന്നെ വേണ്ട, ഗ്രീൻ ടീ എടുക്കണ്ട, വേറെ എന്തെങ്കിലും ടീ നോക്കാം എന്നൊക്കെ ഓർത്തു. അങ്ങനെ ചുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ടീ ഒന്നും കുടിച്ചിട്ടില്ല, എനിക്കിഷ്ടമില്ല അതിൻ്റെ ചൊവ്വ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശംഖുപുഷ്പം ടീ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഒരു ചെറിയ ക്ലാസ്സിലാണ് നമുക്കത് തരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളിവിടെ നിന്ന് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.